ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് കോണാണ് നമ്മൾ വരച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. കോണും സിലിണ്ടറും കൂടെ ആകുമ്പോൾ ഏകദേശം നമുക്ക് എന്തായി. പിന്നെ ടെട്രാഹെഡ്രനും കൂടെ വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. ടെട്രാഹെഡ്രൻ അറിയാമല്ലോ, നമ്മൾ പിരമിഡ് വരയ്ക്കുന്ന പോലെ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഇതൊരു കോണിൻ്റെ ക്വസ്റ്റ്യനാണ്. എ കോൺ ഓഫ് ഡയമീറ്റർ 150 mm ആൻഡ് ഹൈറ്റ് 60 ഈസ് പ്ലേസ്ഡ് ഓൺ ഹോറിസോണൽ പ്ലെയിൻ. ഒരു ഹോറിസോണൽ പ്ലെയിനിൽ കോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലെയിനിൽ ഇവിടെ ഇങ്ങനെ ഒരു കോൺ വെച്ചിട്ടുണ്ട്, ഹോറിസോണൽ പ്ലെയിൻ വിത്ത് ഇറ്റ്സ് ആക്സസ് വെർട്ടിക്കൽ. ഈ ആക്സസ് എന്താണ്, വെർട്ടിക്കലായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹോറിസോണൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സസ് ഇരിക്കുന്നത്. ഡോ ഇറ്റ്സ് ഐസോമെട്രിക്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ആദ്യം പ്ലാനും എന്താണ്, ഇപ്പോൾ വി പി ഇവിടെ ഉണ്ടെങ്കിൽ പ്ലാനും എലിവേഷനും വരച്ച് XY ലൈനിൽ റെസ്പെക്റ്റീവായിട്ട് മുകളിൽ താഴെ പ്ലാനും മുകളിൽ എലിവേഷനും വരച്ച് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചതിന് ശേഷം നമുക്ക് എന്തിലേക്ക് പോകാം, ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അയ്യോ ഒരു പെൻസിൽ വേണമല്ലോ. ഞാൻ വരച്ചുകൊണ്ടിരുന്ന പെൻസിൽ എവിടെ, പെൻസിൽ പോകുന്നില്ല, കിട്ടി. അപ്പോൾ ഓർത്തോഗ്രാഫി വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം XY ലൈൻ വരയ്ക്കാം. അവിടെ XY ലൈൻ. അപ്പോൾ ഈ XY ലൈനിൽ താഴെയായിരിക്കും നമ്മുടെ കോണിൻ്റെ എന്ത് വരുന്നത്, സർക്കിൾ നമ്മൾ കാണാൻ പറ്റുന്നത്. XY ലൈന് താഴെ പ്ലാനിൽ നമുക്ക് സർക്കിൾ കാണാം. അപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 60 mm, ഡയമീറ്റർ 50 ആണ്. അപ്പോൾ 2.5 cm അഥവാ 25 mm എന്താണ് നമ്മൾ റേഡിയസ് എടുത്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഇങ്ങ് ഡാർക്കാക്കി വരയ്ക്കാം. കാര്യം എന്തായാലും അത് ഡാർക്കായിട്ട് ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. നിങ്ങളിതിൻ്റെ മണ്ടയിൽ കൂടി ഒന്നുകൂടെ വരയ്ക്കാൻ നിൽക്കരുത്, ഒറ്റ വരയിൽ തീർക്കണം കേട്ടോ. ഞാൻ പെൻസിൽ ഒറ്റ വരയിൽ തീർക്കുക, അതാണ് ഈ വൃത്തികേടുകൾ സംഭവിക്കുന്നതിന് കാര്യം. ഈ ഓവർ ഡ്രോ ആണ്. അപ്പോൾ ഇത്രയും ആയി. നമുക്ക് ഞാനിതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ജനറേറ്റേഴ്സ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ജനറേറ്റേഴ്സ് ഒന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ വരച്ചിടും. ABCD എന്ന് പറയുന്ന ബേസിലെ പോയിൻറ്റ്സ് ആയിട്ട് ഈ ബേസിൽ വരുന്ന 4 പോയിൻറ്റ്സ്. അപ്പെക്സ് O, ഈ മുകളിൽ അപ്പെക്സ് O എന്ന് മാത്രം കൊടുത്തു. വേണമെങ്കിൽ O1 O2 എന്നൊക്കെ കൊടുക്കാം, ഞാൻ വേണ്ട, O1 O2 എന്ന് തന്നെ കൊടുത്തു. ഇതിനാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ചെയിൻ ലൈൻ ആദ്യമേ വരച്ചിട്ടു. എന്നിട്ട് A എന്ന് പറയുന്നതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവിടെ നമുക്ക് എന്ത് വരും, A' കിട്ടും. BD, ഇവിടെ B', D' വരും. ഇത് ഓർത്തോഗ്രാഫി വ്യൂ ആണെന്ന് അറിയണ്ടേ, അതുകൊണ്ട് ഈ ഡാഷുകളും ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 mm. ഞാനിവിടെ O1', O2', ഇവിടെ 60 mm. ഇതെന്തുവാണ്, ഇതുമായിട്ട് ഔട്ടർ പ്രൊഫൈൽ ഇങ്ങ് ഡാർക്കാക്കി ഇങ്ങ് വരയ്ക്കുക ആദ്യമേ കേട്ടോ. ഔട്ടർ പ്രൊഫൈൽ അങ്ങ് ഡാർക്കാക്കി വരയ്ക്കുക. സാധാരണ നമ്മളെല്ലാം ലൈറ്റാക്കി വരച്ചതിന് ശേഷം അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാർക്ക് ചെയ്യുന്നത്. ഇന്നർ പ്രൊഫൈൽ നമുക്ക് ഇത് ജനറേറ്റർ ആണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്ലാനും എലിവേഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ എന്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോണിൻ്റെ പ്ലാനും എലിവേഷനും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഞാനിത് കൂടി ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഈ കോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കിവിടെ എന്ത് വേണം, അതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. പ്രൊജക്ഷൻ അല്ല നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെന്താണ് ഐസോമെട്രിക് വ്യൂ ആണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ലൈൻ ഇങ്ങനെ എടുത്തു, ഒരു പോയിൻ്റ് ഇവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് എത്ര ഡിഗ്രി, 30 ഡിഗ്രി 2 ലൈൻസ് എടുക്കണം അല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ നമ്മളെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു, ആ രീതിയിൽ തന്നെ പോകാം. ആദ്യം എലിവേഷൻ നോക്കി, അതിൻ്റെ ഫസ്റ്റ് ബേസ് നോക്കി, ഇതാണ് സർഫസ്. ഈ സർഫസിൻ്റെ ഷേപ്പ് താഴെ നോക്കണം. അപ്പോൾ അത് സർക്കിളാണ്. അപ്പോൾ ആ സർക്കിൾ എന്തിനകത്താക്കുക, ഞാൻ ഒരു സ്ക്വയറിനകത്താക്കുക. അപ്പോൾ സർക്കിളിനെ സ്ക്വയറിനകത്താക്കാൻ വേണ്ടി ഒരു ലൈൻ ഇങ്ങോട്ട് ഇവിടെ വെച്ചിട്ടും ഒരു ലൈൻ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ലൈൻ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് ആ ലൈൻ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര പോയിൻറ്റ്സായി, ഈ 4 പോയിൻറ്റ്സ് ആയത് നമ്മുടെ ബോക്സിനകത്താക്കി, അഥവാ നമ്മുടെ സ്ക്വയറിനകത്താക്കി. ഇപ്പോൾ ഇത് 1, ഇതെന്ന് പറയുന്നത് 2, ഇതെന്ന് പറയുന്നത് 3, ഇതെന്ന് പറയുന്നത് 4. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ വെച്ചു. പിന്നെ റെസ്പെക്റ്റീവായിട്ട് എന്താണ്, ഇവിടെ ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി, ഇവിടെ ഇപ്പുറത്തേക്ക് 30 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്തു, 30 ഡിഗ്രി, 30 ഡിഗ്രി. 30 ഡിഗ്രി എന്നെ ഇടയത് ചെറിയ ഡൗട്ടുള്ള പോലെ. 30 ആണ്. ഓക്കെ, കറക്റ്റാണ്. എനിക്ക് കറക്റ്റ് മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടാത്തതുകൊണ്ടേ ചെറിയ പ്രശ്നങ്ങളുണ്ട്. 30 ഡിഗ്രി. നെക്സ്റ്റ് ആണ്ട് ഈ ഒരു പോയിൻ്റ്, ഇത് ഈ എക്സ്ട്രീം ബോട്ടം ലെഫ്റ്റ് പോയിൻ്റ് ഞാനിവിടെ 1 ആയിട്ട് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 1 to 2. ആക്ച്വലി 1 to 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസും 1 to
4 എന്ന് പറയുന്ന ഡിസ്റ്റൻസും 2 to 3 എന്ന് പറയുന്ന ഡിസ്റ്റൻസും 4 to 3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വലാണ്. കാര്യം ഇത് സർക്കിളാണ്, അതിനകത്ത് സ്ക്വയർ അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത സ്ക്വയർ ആയിട്ട് തന്നെ വരും. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ 1-ൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറിയാൽ 2 കിട്ടുമെന്നറിയാം. ലെഫ്റ്റ് നമുക്ക് എന്തുണ്ട് 4 ഉണ്ട്, നടുക്ക് അതിന് 4 എടുത്ത് കട്ട് ചെയ്ത് 2 എടുത്ത് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും 3 കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ പെൻസിലൊരു പ്രശ്നമാണല്ലോ, പല പല ഇതിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലച്ച് മറ്റേ ലെഡ് പെൻസിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ലെഡ് മാറ്റി ഇടുന്ന പെൻസിലാണെങ്കിൽ നമുക്ക് ആ തിക്നെസ്സിൻ്റെ പ്രശ്നം വരത്തില്ല. ഇത് ഓരോ ഇത് വരച്ചുകൊണ്ടിരിക്കും തോറും തിക്നെസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു പെൻസിലിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ഷാർപ്പൺ ചെയ്ത് തന്നെ ഈ പെൻസിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ വൃത്തികേടായി പോകും. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ സർക്കിളിനെ നമുക്കിവിടെ എങ്ങനെ കാണാം. സർക്കിളിനെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചാൽ അത് എലിപ്സ് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വരച്ചപ്പോൾ ഇത് എന്താണ് എലിപ്റ്റിക്കൽ ഷേപ്പിലായി വരച്ചല്ലേ, അല്ലാതെ ഇങ്ങനെ കറക്റ്റ് സർക്കിൾ വരച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ആ ഒരു 3D സാധനം കിട്ടാൻ ചെല്ലും. അപ്പോൾ ഒരു ബോക്സിനകത്ത് എടുത്ത് വെച്ച് നമ്മൾ ചരിച്ച് നോക്കുമ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്നത് എലിപ്സായി മാറുകയാണ് ചെയ്യുന്നത്. ആ എലിപ്സ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ഈ സർക്കിൾ ഇവിടെ എലിപ്സ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സ്ക്വയറിനകത്ത്. അപ്പോൾ ആ എലിപ്സ് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുട്ടിച്ച ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജസിലേക്ക്, ഈ പോയിന്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 1, 2 ഓപ്പോസിറ്റ് എഡ്ജ് അല്ല, 1, 4 ഓപ്പോസിറ്റ് എഡ്ജ് അല്ല. അതായത് 1 ചേരുന്ന എഡ്ജസാണ്, അഡ്ജസൻ്റ് എഡ്ജാണ് 1, 2, 1, 4. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 1-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഡ്ജ് 2, 3 പിന്നെ എന്താണ് 4, 3 ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 2, 3-യുടെ സെൻറ്റർ കണ്ടുപിടിക്കണം, 4, 3-യുടെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ എഡ്ജ് ഇതിപ്പം നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പോയിൻ്റ് വൈസ് നമ്മൾ വരച്ച മെത്തഡോളജി വെച്ച് പറയുകയാണെങ്കിൽ ഈ 2, 3-യുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. 2, 3-യുടെ സെൻറ്റർ ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആട്ടോ, സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ 2, 3-യുടെ സെൻറ്റർ 2 ഇല്ലാണ്ട് 2, 2 ഇതാണ് സെൻറ്റർ. അപ്പോൾ അവിടെയാണ് സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അപ്പോൾ ആ ഒരു സെൻറ്റർ ഞാൻ അവിടെ എങ്ങനെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് അടുത്ത 4, 3-യുടെ സെൻറ്റർ. 4, 3-യിൽ നിന്ന് 4-ൽ നിന്ന് അതുപോലെ ആക്ച്വലി എന്ത് തന്നെയായിരിക്കും, നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. അപ്പോൾ 4-ൽ നിന്ന് അവിടെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റർ കിട്ടും. ഈ രണ്ട് സെൻറ്റേഴ്സിലേക്കും ഈ പോയിന്റിൽ നിന്ന്, ഈ കോർണറിൽ നിന്ന് എന്ത് ചെയ്യണം, ലൈൻസ് വരയ്ക്കണം. ഒരു ലൈൻ, അവിടെ ഇവിടെ അടുത്ത ലൈൻ. ഓക്കെ, ഇത് വരയ്ക്കണം. നെക്സ്റ്റ് 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അതായത് 1-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്, അതാണ് 3. 3-ൽ നിന്ന് 3-ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഡ്ജസ്, 3-ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറഞ്ഞാൽ 3, 4 അല്ല, 3, 2 അല്ല. ഇതിന് ഓപ്പോസിറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതാണ്, 4, 1 അല്ലെങ്കിൽ 1, 4-ഉം പിന്നെയാണ് 3-ക്ക് ഓപ്പോസിറ്റ് ഉള്ള എഡ്ജ് 1, 2 ആണ്. അപ്പോൾ 1, 4-ൻ്റെ സെൻറ്റർ, 1, 4-ൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കും. 1, 4-ൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 2, 5-ൻ്റെ പാതി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തോട്ട് 1, 4 എന്ന് പറഞ്ഞാൽ ഇതാണ് 1, 4 വേണമെങ്കിൽ ഇവിടെ വെച്ച് എടുത്ത് നോക്കാം. അതിൻ്റെ സെൻറ്റർ 1, 4-ൻ്റെ സെൻറ്റർ. അതേപോലെ 1, 2-ൻ്റെ സെൻറ്റർ, 1 മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ബി വരെയുള്ള ഡിസ്റ്റൻസ് സെൻറ്റർ. അപ്പോൾ ഈ രണ്ട് സെൻറ്റേഴ്സിലേക്കും 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് നമ്മൾ വരയ്ക്കണം, ലൈൻസ് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് ഈ ഒരു പോയിന്റിലേക്കും നമുക്ക് എന്ത് വരയ്ക്കാം, ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ലൈൻസായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ലാസ്റ്റ് പരിപാടി എലിപ്സ് ആക്കാൻ പോവാണ്. ഇതിനെ നമ്മൾ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് വെക്കുക. എന്നിട്ട് ഇതാണ്ട് ഈ സെക്ടർ കണ്ടോ, ഇത് റേഡിയസ് ആക്കി, ഇതിവിടെ ഒരു സെക്ടർ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണ്ട, ഇത് റേഡിയസ് ആക്കിയ ഒരു സെക്ടർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എലിപ്സിൻ്റെ ഒരു പോർഷനായി വരും. അപ്പോൾ നമുക്ക് ഫുൾ എലിപ്സാണ് ഇങ്ങനെ വേണ്ടിയത്. അപ്പോൾ ഈ മുകളിലത്തെ ഇത്രയും പോർഷനായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അതാണ് നോക്കിയേ, ഉണ്ടാ നമുക്ക് അവസാനം ഡാർക്ക് ചെയ്യാം. ഇപ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കാം. നെക്സ്റ്റ് ഇതേപോലെ 3-ൽ പോയാൽ ആണ്ടാ ഈ സ്റ്റാർ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ആണ്ട് ഇവിടെ നിന്ന് ഇതുവരെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ പരിപാടി കിട്ടും. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. തിരിച്ച് ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കണ്ട. അപ്പോൾ ഇത്രയായി. ഇനി എനിക്കപ്പം മുകളിലത്തെ പോർഷനുമായി താഴത്തെ പോർഷൻ എനിക്ക് സംഭവിച്ചതാണ്ട് ഇതാണ്. മുകളിലത്തെ പോർഷനുമായി താഴത്തെ പോർഷൻ ലെഫ്റ്റ് റൈറ്റ് വരയ്ക്കണം. ലെഫ്റ്റ് റൈറ്റ് എങ്ങനെ വരയ്ക്കും, ഇതിൻ്റെ നടുക്കൊണ്ട് കുത്തുക, എന്നിട്ട് ഇതുവരെയുള്ള റേഡിയസ് ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ എലിപ്സ്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ വരുത്തേണ്ടി വരും കേട്ടോ. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തേണ്ടി വരും. ഞാനതൊന്ന് മാച്ചിട്ടൊന്ന് പറയാമേ, ബുക്കൊന്ന് നീങ്ങിപ്പോയി.
അത് വരച്ചപ്പോൾ. എനിക്ക് കറക്റ്റ് മുകളിൽ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ വരയ്ക്കായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേ പറ്റത്തുള്ളൂ. അതേപോലെ റൈറ്റ് സൈഡിലും ഇവിടെ മുട്ടുന്നുണ്ടോ നോക്കുക. കറക്റ്റ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ എലിപ്സായി വരുന്നുണ്ടോ? ഇതാണ് പരിപാടി എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അപ്പെക്സ് കണ്ടുപിടിക്കാമെന്ന്. അപ്പെക്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു പിരമിഡ് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പോകേണ്ടത്. ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു സാധനം കൂടി ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബോക്സ് വരച്ച് അതിനകത്ത് നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അരിച്ച് കാണിച്ചു തരുന്ന പരിപാടിയാണ് ഐസോമെട്രിക് വ്യൂ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫേസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഈ അപ്പെക്സ് ആണ്. അപ്പെക്സിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞിരിക്കുന്നത് 60 ആണ്. അപ്പോൾ 60 ഹൈറ്റിൽ നമ്മൾ എന്താണ്, ഇപ്പോൾ ബേസ് നമ്മളെ കഴിഞ്ഞു. പിന്നെ ഈ ഹൈറ്റിൽ അപ്പെക്സ് കണ്ടുപിടിക്കാൻ 60 ഹൈറ്റിൽ നമുക്ക് എന്ത് വേണം, ബോക്സ് വേണം. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും എത്ര വെച്ചെടുക്കുക, 60 വെച്ചെടുക്കുക. ഇവിടെ 60, ഇവിടെ 60, ഇവിടെ നിന്ന് 360, ഇവിടെ നിന്ന് 360. എന്നിട്ട് ഇതിൻ്റെ എൻഡ്സ് തമ്മിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പം മുകളിൽ ബോക്സായി. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ട ഡയഗണൽസ് വരച്ചാൽ ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ഇത് ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ. അതാണ് O2 എന്ന് പറയുന്ന ഈ പോയിൻറ്റ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ ഒരു എലിപ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ ഈ O2വും ഇതിൻ്റെ എന്താണ് ഈ നമ്മുടെ ഇതിൻ്റെ ടാൻജൻറ്റ് ഈ പോയിന്റിലൊന്നും കൊണ്ടുവച്ച് ജോയിൻ ചെയ്ത് കളയരുത്. ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഇതിങ്ങനെ കട്ടായി. അതുകൊണ്ട് ഈ പോയിന്റ് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കളയരുത്. എലിപ്സിനെ കട്ടായി പോകും. നമ്മൾ എലിപ്സിനെ കട്ട് ചെയ്തല്ലേ പോകേണ്ടത്, എലിപ്സിനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ജസ്റ്റ് അതിനെ ടച്ച് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു. അതേപോലെ ഇവിടെയും ജസ്റ്റ് ആ എലിപ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ടാൻജൻ്റായിട്ടൊരു പോയിന്റ് വരയ്ക്കുക. ബാക്കിയുള്ള സാധനം എന്ത് ചെയ്യുക, ഡാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ഞാനിപ്പം വീണ്ടും എനിക്കങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ച് ചെയ്യുന്നു, ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുക. നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് തന്നെ ബാക്കി ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഭാഗം ഡാർക്ക് ചെയ്തെടുക്കണം. ഇനി ഇന്നർ സൈഡ് എന്തായിട്ടാണ് ഇത് ലൈറ്റായിട്ട് വരച്ചുള്ള ഉപയോഗം. പിന്നെ ഇതിൻ്റെ വണ്ടേ കൂടെ അങ്ങ് ഡോട്ട് വരച്ചാൽ അത് ഡോട്ടിട്ട് കറക്റ്റ് കിട്ടും. ഡോട്ട് ലൈറ്റാണ് ആക്ച്വലി വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് എലിപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി O1 വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഡയഗണലും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, O1 കിട്ടും. O1 വേണമെങ്കിൽ നമുക്ക് എന്തായിട്ടിടാം, ചെയിൻ ലൈനായിട്ട്. ചെയിൻ ലൈൻ ലൈറ്റാണ്, പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഡാർക്കായിട്ട് വരയ്ക്കുന്നത് ആണ്. ഇതാണ് അപ്പോൾ നമ്മുടെ കോണിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പലപ്പോഴും പറയും ഇതിൻ്റെ സെൻറ്റർ എന്നാണ്ട് ഇതൊരു ഹൈറ്റ് 60 തന്നെയാണ്. ഈ 60 എടുത്തിട്ട് O2 മാർക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടെ അതിപ്പോൾ ചെയ്യേണ്ട. നമ്മൾ ഈ കോണിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു സാധനം ഇരിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ഒരു സാധനം ഇരിക്കുന്നു, ഇപ്പുറത്തൊരു സാധനം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അതപ്പം ചിന്തിക്കാം. ഇപ്പം എന്താണ് ഈ രീതി ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു കോണിൻ്റെ ഐസോമെട്രിക്. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഐസോമെട്രിക് വ്യൂ ആണെന്നുള്ളൊരു ബോധം വേണം. നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് കടന്നില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്തിരി ഡാർക്ക് ആക്കിയത്. ആക്ച്വലി ഈ ഒരു സാധനമൊന്നും ഇത്രയും ഡാർക്ക് ആവണ്ട. അതേപോലെ ഈ ഒരു സാധനം എന്താണ് ഇത്രയും ഡാർക്ക് ആവണ്ട. ഞാൻ പേന ഉപയോഗിക്കുന്നില്ല. പേന ഉപയോഗിച്ചിരുന്നെങ്കിൽ ബാക്കി കറക്റ്റ് മാറി നിന്ന് തന്നെ ബാക്കിയെല്ലാം കൂടി. ഇപ്പോൾ ഇത് ഇത്രയും ഡാർക്ക് ആവണ്ട എന്നുള്ളത് ആലോചിക്കണം. മറ്റത് മാത്രം ഡാർക്ക് കണ്ടിന്യൂസ് ഇത്രയും ഡാർക്ക്നെസ് മതി. നമുക്ക് ഇവിടെയും വേണ്ട. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല, ലൈറ്റ് ആയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഡാർക്കാക്കി വരയ്ക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട, ഇത്രയും ഡാർക്ക് ആവണ്ട, സാധനം ആവണ്ട, അത് ആലോചിച്ചോളണം. അപ്പം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഇത്. ഇനി നമുക്ക് ഒരു സിലിണ്ടർ പഠിക്കണം. ഇപ്പം സിലിണ്ടർ പഠിക്കുമ്പോൾ വ്യത്യാസമൊന്നുമില്ലടേ. താഴെ എലിപ്സ് വരും, മുകളിൽ എലിപ്സ് വരും. രണ്ടും കൂടെ ഇങ്ങനെ ഇവിടെ ടാൻജൻറ്റ് വരച്ച സിലിണ്ടറായി. അപ്പോൾ എൻ്റെ പ്ലാൻ എലിവേഷൻ സിലിണ്ടറിൻ്റെ വരയ്ക്കുക, ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. അത് എളുപ്പമാണ്. ഇപ്പോൾ ഇതറിയാമെങ്കിൽ സിലിണ്ടർ വരയ്ക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഐസോമെട്രിക് വ്യൂ ഓഫ് എ കോൺ അല്ലേ. ഐസോമെട്രിക് വ്യൂ ഓഫ് എ കോണാണ് ഈ ഇരിക്കുന്നത്.